യാത്രക്കാരെയും വാഹനങ്ങളെയും വലിച്ച് നവീകരിച്ച റോഡ്. കൊല്ലങ്കോട് ഗോവിന്ദാപുരം റോട്ടിൽ നെടുമണിമേട്ടിൽ നിന്നും കല്ലുത്തി വഴി ആനമാറി റോഡിലെത്തിച്ചേർന്ന സ്ഥലത്താണ് പഞ്ചായത്ത് പാത കെണിയൊരുക്കിയിരിക്കുന്നത്. ഇവിടെയെടുത്ത പാചകവാതക ഗോഡൌണിന് സമീപത്തായി റോഡിൽ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ് പ്രശ്നമായത്. കോൺക്രീറ്റ് ഇട്ട ഭാഗത്തു നിന്നും പാതനാറ് ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിവായിരിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. പാത പുതുക്കിപ്പണിതപ്പോൾ ഒരു ഭാഗത്തെ കുണ്ടും മറുഭാഗത്തെ വൻ കയറ്റവുമാണ് പ്രശ്നത്തിന് കാരണം. ഈ റോഡിലെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണം മൂലം പ്രദേശവാസികളാകെ ബുദ്ധിമുട്ടിലാണ്. ഓട്ടോറിക്ഷകൾ കുട്ടികളെ കയറ്റിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ 1-2 പ്രാവശ്യം ഇവിടെ മറിയുണ്ടായി. ഏത് വിധത്തിലും കുട്ടികൾക്കൊരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടുകയാണുണ്ടായി. അതുപോലെ തന്നെ ഇതിൽ വഴി വരുന്ന വാഹനങ്ങൾ, ചെറുവാഹനങ്ങളും 2 വീലറുകളും ഓട്ടോറിക്ഷകളും അതുപോലത്തെ ടെമ്പോകളാണെങ്കിലും ഇതുവഴി കടന്നു പോകാൻ വല്ലാത്തൊരു പ്രയാസമാണ് നേരിടുന്നത്. പല വണ്ടികളും വീഴുന്നുണ്ട്. 2 വീലർ രാത്രി കാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ല. ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ള റോഡിൽ നിർമ്മിച്ചിട്ടുള്ള കല്ലിൽ കയറി വീഴുകയാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കണം. ഒരു കൊല്ലങ്കോട് പഞ്ചായത്തിൽ തന്നെ ഒരു ഉന്നത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപകടങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കണം. ഈ റോഡിൽ അശാസ്ത്രീയമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാതനാറ സ്ഥിതി ചെയ്യുന്ന ഒരു കൽവെട്ടറാണ് ഇവിടേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൽവെട്ടറിലൂടെ പോകാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ഇത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ അത് വാഹനങ്ങൾ ഒരു വശത്തേക്ക് ചെരികയും അതിലുണ്ടാകുന്ന ആൾക്കാർ തെറിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സവിശേഷത ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് വല്ലാത്തൊരു പ്രയാസങ്ങളാണ് നേരിടുന്നത്. റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കേണ്ട ആൾക്കാർക്ക് ഇറങ്ങിയാൽ തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോൺക്രീറ്റ് സ്ലാബിന്റെ ഉയർച്ചയും വഴിയുടെ താഴ്ചയും കൂടിയായപ്പോൾ സൈക്കിൾ പോകണമെങ്കിൽ തലച്ചുമടായി കൊണ്ടുപോകേണ്ട സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. കൊല്ലങ്കോട് പഞ്ചായത്തിന്റെ പാതയ്ക്കാണ് ഈ ദുസ്ഥിതി. കരാറുകാരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമായത്. വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുവരുന്ന വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളിലും മറ്റും തെന്നി വീഴുന്നത് പതിവായിരിക്കുകയാണ്. ടെമ്പോ, കാറുകൾ എന്നിവയൊക്കെ ഇവിടെ നിരന്തരം അടിഭാഗം മുട്ടുകയും റോഡിൽ നിന്നും വാഹനം തെന്നിമറിയുകയും ചെയ്യുന്നു. ഇവിടെ റോഡ് പണി ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ശരിയാക്കി തരും, താഴെയും അതുപോലെ ശരിയാക്കി തരും എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും മിണ്ടാതെ പണിക്ക് പോകും. എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. കയറി ഇറങ്ങാനും പാട്, എല്ലാത്തിനും പാടാണ്. ഇവിടെ വെള്ളം കൊണ്ട് പോകാനായിക്കോട്ടെ, അവർ പാല് കൊണ്ട് പോകാനായിക്കോട്ടെ, അധികം കയറി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ പകുതിയിലിട്ട് പോയി. ആരോടും ഒന്നും പറയാണ്ട് ഇത് പൊക്കിത്തരാം, ഇത് ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരും പറഞ്ഞു. ഉള്ള വണ്ടികളൊക്കെ വന്ന് വീഴുക. കുട്ടികൾക്കും ബുദ്ധിമുട്ട്, തള്ളമാർക്കും ബുദ്ധിമുട്ട്. വേഗം ഒന്ന് ശരിയാക്കി തന്നാൽ എത്രയും നന്നായി. 2 മീറ്റർ ഉയരത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കാടാച്ചാലും ഇതിലൂടെ കടന്നുപോകുന്നു. ചാലിനു മീതെ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഇത് മറികടന്നു വേണം താഴെ പാതനാറ് ഭാഗത്തുള്ളവർക്ക് കടന്നുപോകാൻ. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ അവസ്ഥകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണ്. ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. വളരെ മോശമാണ് വഴി. അത് പകുതി വഴിയിൽ നിർത്തിപ്പോയിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരികയാണെന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. 2 നേരം പാല് കൊണ്ടുപോയി വേറെ ആൾക്കാരുടെ തൊടി കൂടിയിട്ടാണ് പോണതും വഴി നടക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വഴിയൊന്നും ശരിയായിട്ടായിരുന്നു. അധികാരിപ്പെട്ടവർ ചെയ്തു തരും പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് വിചാരിച്ചത്. അങ്ങനെ പഞ്ചായത്തുകാരൻ്റെ വരവുമില്ല, പോക്കുമില്ല, ഒന്നുമില്ല. അത് ഞങ്ങൾക്ക് വഴി ശരിയായിട്ടായിരുന്നു. അവിടെ പൊക്കിയതൊക്കെ ശരിയായിട്ടായിരുന്നു. മറിഞ്ഞതൊക്കെ ശരിയാണ്. ഓട്ടം മറിയുമ്പോഴൊക്കെ ഞാൻ വീട്ടിലേ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓടി വന്ന് നോക്കിയത്. ഓട്ടം അങ്ങോട്ടേക്ക് മറിഞ്ഞേക്കാനായില്ലേക്ക്. അതുകൊണ്ടായി വഴി നേരാക്കി ഞങ്ങൾക്ക് വഴിയൊന്നും ശരിയായിട്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.